ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എ സി ആണ്. അതായത് നെസ്ട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡാണ്. അതായത് കോഴിക്കോട് ബേസ്ഡ് കമ്പനിയാണിത്. സോ എൻ്റെ വീട്ടിൽ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1 month ആയി. സോ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് ബേസിക്കലി. കാരണം ഇത് യൂട്യൂബിൽ വേറെ റിവ്യൂസ് ഒന്നും കണ്ടിട്ടില്ല. സോ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇതൊരു 1 ton 3 star ഇൻവെർട്ടർ എ സി ആണ്. കാരണം നമ്മുടെ കൊച്ചു റൂമായതുകൊണ്ട് ഞാനിത് 3 star എടുത്തു. 3 സ്റ്റാറിന് റേറ്റും കുറവാണ്. ഇവർ 3 സ്റ്റാറേ ഉള്ളൂ. ബേസിക്കലി ഇവർ 3 star മോഡലിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ 1 second. ഓക്കെ, ഇതാണ് എൻ്റെ സ്റ്റാർ റേറ്റിംഗും ഡീറ്റെയിൽസ്. ഇൻവെർട്ടർ എ സി ആണ്. R32 ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി R32 ഗ്യാസാണ് ഇപ്പം കോമൺലി എല്ലാ എ സിക്കും വരുന്നത്. കാരണം അത് എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി ഗ്യാസാണ്. പിന്നെ അതാണിപ്പം മിക്ക എ സിക്കും, കാരണം അത് ചീപ്പാണ്, അത് റീഫിൽ ചെയ്യാൻ ചീപ്പാണ്. ഇതാണ് എൻ്റെ സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. 3 star 3.64 ആണ് എ സി റേറ്റിംഗ് വരുന്നത്. സോ ഇവിടെ ആക്ച്വലി കുറേ ഒരു സ്റ്റിക്കർ പോലെ ഉണ്ട്. അത് അങ്ങനെ എന്താണെന്ന് അറിയില്ല, കമ്പനി അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എ സി അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് ഫുൾ കോപ്പറാണ്. ഓക്കെ, 100% കോപ്പറാണ്. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ കോപ്പറാണ്. പിന്നെ എക്കോ ഫ്രണ്ട്ലി ഗ്യാസാണ്. പിന്നെ വൈറ്റമിൻ സി ഫിൽറ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് 60 degree വരെ കൂൾ ചെയ്യും. ഓക്കെ, പിന്നെ ഗോൾഡ് ഫിൻ ടെക്നോളജി ലൈക്ക് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് ഇൻഡോറും ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഇവാപ്പറേറ്ററും കണ്ടൻസറും ഒക്കെ ഫുള്ള് ഗോൾഡ് പ്ലേറ്റഡാണ്. ഒരു ഗോൾഡ് കോട്ടിംഗ് ഉണ്ടോ. ബേസിക്കലി അത് ചെയ്യുന്നത് വെച്ചാൽ അത് ലൈഫ് എൻഹാൻസ് ചെയ്യാനാണ്, നല്ല ലൈഫ് കിട്ടും. സാധാരണ ഔട്ട്ഡോർ യൂണിറ്റ് കുറച്ച് പഴയതാകുമ്പം ഒരു 10 years ഒക്കെ ആകുമ്പം അതിൻ്റെ ഡീഗ്രേഡ് ചെയ്ത് വരും അലുമിനിയം. സോ അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ വാറണ്ടി പറയുകയാണെങ്കിൽ 2 years ആണ് എൻ്റെ ബോർഡ് വാറണ്ടി. അത് ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ബോർഡ് വാറണ്ടി. ഓക്കെ, പിന്നെ കംപ്രസർ ആണെങ്കിൽ 5+5 ആണ്. ഇതൊക്കെ 5 year സ്റ്റിക്കറാണ്, പക്ഷേ അഡീഷണൽ 5 years കമ്പനി കൊടുക്കുന്നുണ്ട്. അഡീഷണൽ 5 ഇപ്പോൾ 10 years കിട്ടും. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഡിസ്പ്ലേ. ഹിഡൻ ഡിസ്പ്ലേ ആണ്. ഇത് ഫാൻ ഓൺ ആണെന്നല്ല. പിന്നെ ഇത് കംപ്രസർ വർക്കിംഗ് ആണെന്നല്ല. ഓക്കെ, ഞാനത് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഫിൽറ്റർ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഇൻഡോർ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫിൽറ്റർ നമ്മൾ ഇതാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫിൽറ്റർ. ഇതാണ് ഇവർ പറയുന്നത് വൈറ്റമിൻ സി ഫിൽറ്റർ. അതെന്താണെന്ന് സത്യം പറയാൻ അറിയില്ല. ഇറ്റ് ലുക്സ് ഒരു യെല്ലോയിഷ് കളർ കൊടുത്തിട്ടുണ്ട്. നല്ല ഫിൽറ്ററാണ്, സാധാരണ നമ്മൾ വേറെ എ സിയിലൊക്കെ കാണുന്ന പോലത്തെ ഫിൽറ്ററാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഗോൾഡ് ഫിൻ ടെക്നോളജി എന്ന് പറയുന്നത്. എല്ലാം ഗോൾഡ് കോട്ടറാണ്. പിന്നെ ഫിൻസ് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെയും ഇൻഡോർ യൂണിറ്റിൻ്റെയും ഗോൾഡ് കോട്ടറാണ്. സോ ദാറ്റ് അത് നല്ല ലാസ്റ്റിംഗ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൻ്റെ സ്വിംഗ് ഫീച്ചർ എന്ന് പറയാൻ ആക്ച്വലി വെർട്ടിക്കൽ സ്വിംഗ് മാത്രമേ ഉള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ, ലെഫ്റ്റ് റൈറ്റ് സ്വിംഗ് ഇല്ല, ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷൻ അവിടുന്ന് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ആണ്, അതിൻ്റെ എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ പറയാനുള്ള ഫീച്ചർ. ഓക്കെ, ഇതാണ് എ സിൻ്റെ റിമോട്ട്. ഓക്കെ, ഇത് നമ്മൾ സാധാരണ ഈ LG അങ്ങനത്തെ എ സിൻ്റെ അതേ ഒരു ഹൈറ്റും കാണാൻ ലുക്കൊക്കെ അതേപോലെയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റാൻഡും കിട്ടും. ഓക്കെ, ഇത് വാൾ മൗണ്ട് ചെയ്യാൻ, ലൈക്ക് നിങ്ങൾക്ക് എവിടെ വേണം വാൾ മൗണ്ട് ചെയ്യാം. ഓക്കെ, പിന്നെ റിമോട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാൻ ഇതിൽ പ്രത്യേകിച്ച് ആസ് യൂഷ്വൽ എ സിക്ക് വരുന്ന ഫീച്ചേഴ്സാണ്. ഇപ്പം ടെർബോ ഇട്ടാൽ ഇൻഡോർ യൂണിറ്റിൻ്റെ സ്പീഡ് കൂടും. ഉണ്ടോ, പെട്ടെന്ന് കൂളാവും. നിങ്ങൾക്ക് പെട്ടെന്ന് റൂം കൂളാവണമെങ്കിൽ ഈ ടെർബോ ഫീച്ചർ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഹെൽത്ത് എന്നൊരു ഫീച്ചർ ഉണ്ട്. ബട്ട് അത് എൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് സത്യം പറയാൻ അറിയില്ല. അതാണ് മേ ബി ഇവരെ മറ്റേ വൈറ്റമിൻ സി ഫിൽറ്ററിൻ്റെ എന്തോ ഇതാണ്, പക്ഷെ അതാണ് അറിയില്ല. പിന്നെ സ്ലീപ്പ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ സ്ലീപ്പ് മോഡിൽ ഇട്ടാൽ ടെമ്പറേച്ചർ 1 degree വെച്ച് കൂടും. ലൈക്ക് 1 or 2 hours കഴിയുമ്പം ഓരോരോ ഇത് കൂടും. പിന്നെ സ്ലീപ്പ് മോഡ് ഇടുമ്പോൾ നിങ്ങൾ ഈ ഡിസ്പ്ലേയും ഓഫ് ആവും. സോ ഈ ചിലവർക്ക് ഈ ലൈറ്റ് പ്രശ്നം ഉണ്ടാവും എ സിൻ്റെ. സോ ആ ഡിസ്പ്ലേ ക്ലിയർ ആവും. പിന്നെ അത് ക്ലീൻ അടിച്ചാൽ എ സി ഓഫാകുന്ന മുന്നേ ജസ്റ്റ് ബ്ലോവർ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മോയ്സ്ചർ റിമൂവ് ചെയ്യാനാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, ക്ലീൻ ഫംഗ്ഷൻ.
ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റിംഗ് ലോക്കാണ്. ഇപ്പോൾ ലോക്ക് അടിച്ചാൽ റിമോട്ടിൽ വേറെ ഒന്നും ഞെങ്ങില്ല, വേറെ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പ്രസ് ചെയ്ത് കളിക്കുന്നതിന് ആണ് ലോക്ക്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ടൈമർ ഓപ്ഷൻ ഉണ്ട്. ടൈമർ ക്ലിക്ക് ചെയ്താണ് 1 hour എത്ര നേരം വർക്ക് ചെയ്യണം. 1 hour, 2 hours, 3 hours അങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ബേസിക്കലി വരുന്നത്. ഇത് ടെമ്പറേച്ചറിന് സെറ്റിങ്. ഓക്കെ, സോ നിങ്ങൾ AC ഇപ്പം ടെമ്പറേച്ചർ ഇപ്പോൾ കംപ്രസർ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. ഈ സിമ്പിൾ ടൈമറിൻ്റെ ഇതാണ്, കംപ്രസറിൻ്റെ ആണ്. ഈ സിമ്പിൾ ഒരു ക്ലോക്കിൻ്റെ സിമ്പിൾ, അത് ടൈമറിൻ്റെ. മറ്റേത് നോർമലി ഫാൻ, ഇൻഡോർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ്. ഔട്ട്ഡോർ യൂണിറ്റ് വളരെ സൈലൻ്റ് ആണ്. ഈ ബേസിക്കലി ഈ ഇൻവെർട്ടർ AC-ൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻലി ഇതിൻ്റെ നല്ല സൈലൻ്റ് ഓപ്പറേഷനാണ്. നമ്മുടെ നോൺ ഇൻവെർട്ടർ AC ബേസിക്കലി ഇത് ഓൺ ആകുമ്പം ഓഫ് ആകുമ്പം ഭയങ്കര സൗണ്ടാണ്. ലൈക്ക് കംപ്രസർ ഓൺ ആകുമ്പോൾ ഒരു ഭയങ്കര ഷേക്കും അതൊക്കെ വരും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല, വളരെ സൈലൻ്റാണ്. കണ്ടോ, വെള്ളം പോകുന്നുണ്ട്, ഇത്രയോ വെള്ളം കളക്ട് ചെയ്യാനൊരു പാത്രം വെച്ചു. ഓക്കെ, സോ ഇതാണ് ഔട്ട്ഡോർ. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, അങ്ങനെ ഒന്നും കുറ്റം പറയാനില്ല. നല്ല ഫിനിഷിങ്ങും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ പിന്നെ ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് 24,500 ആണ്. ഞാൻ അവരെ അവരെ കോട്ട് ചെയ്തത്. അപ്പം ഞാനിതെൻ്റെ പഴയ AC എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് വാങ്ങിയത്. ഓക്കെ, പിന്നെ ഈ ACക്ക് വേറൊരു ഇൻവെർട്ടർ ACൻ്റെ വേറൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ലൈക്ക് ഇതിന് സ്റ്റെബിലൈസർ ആവശ്യമില്ല. ഈവൻ ഷോപ്പ് കീപ്പേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ സ്റ്റെബിലൈസർ വെക്കാൻ പറയും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് AC കറണ്ടിന് DC ആക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവർ ചെറിയ വോൾട്ടേജ് 360 വർക്ക് ചെയ്യും AC. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ കറണ്ട് ബില്ലും കുറവായിരിക്കും. ബേസിക്കലി നമ്മൾ ഒരു ഇൻവെർട്ടർ ACയിൽ നോൺ ഇൻവെർട്ടർ ACയിൽ പവർ പുള്ളിങ് സെയിം ആയിരിക്കും. ഇപ്പം 1000 വാട്ട്സ് ഓരോ തവണ അത് ഓൺ ആകുമ്പോൾ 1000 വാട്ട്സ് ആയിരിക്കും പുള്ളി ചെയ്യുക, ഓരോ മോഡൽ അനുസരിച്ചിട്ട്. അപ്പോൾ ഇതിനങ്ങനല്ല. ഇതിന് റൂം ടെമ്പറേച്ചർ അറ്റൻഡ് ചെയ്താൽ ഈ കംപ്രസറിൻ്റെ സ്പീഡ് കുറയുമ്പോൾ പവർ കൺസംഷൻ വളരെ കുറയും. സോ ഓൾവേസ് ഗോ ഫോർ ഇൻവെർട്ടർ AC. കാരണം നോൺ ഇൻവെർട്ടർ AC ഇപ്പം ശരിക്കും അതൊരു ഓൾഡ് സ്കൂൾ ടെക്നോളജിയാണ്. ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ ഇപ്പം എല്ലാം ഇൻവെർട്ടർ ടെക്നോളജിയാണ്. ബേസിക്കലി ഇനിയിപ്പം ഈ ഫ്രിഡ്ജിലൊക്കെ അതാണ് വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഷോപ്പിലൊക്കെ പോയി നോക്കിയാൽ എല്ലാ ഫ്രിഡ്ജും ഇപ്പം ഇൻവെർട്ടർ ടെക്നോളജിയാണ്. നിങ്ങൾ ഇൻവെർട്ടറിൽ വരെ വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ AC. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24,500 ആണ്. ആൻഡ് പക്ഷെ ഞാനിത് വാങ്ങിയത് 22,500 ആണ്. അതായത് 2,000 രൂപ എനിക്ക് എൻ്റെ പഴയ ACക്ക് 2,000 rupees കിട്ടി. പഴയ ഒരു ഗോദ്രേജ് AC ഉണ്ടായിരുന്നു, അതിൻ്റെ കംപ്രസർ ഡെഡായി. പിന്നെ അത് റിപ്പയർ ചെയ്യാൻ ഒരുപാട് കോസ്റ്റ് വരും. 15-20 അടുത്തൊക്കെ വരുന്നുണ്ട് കോസ്റ്റ് വരാൻ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് പുതിയ AC തന്നെ വാങ്ങാം. അങ്ങനെയാണ് ഇത് വാങ്ങിയത്. ഞാൻ ബജാജ് ഫിനാൻസിൻ്റെ EMI സ്കീമിലാണ് എടുത്തത്. സോ നിങ്ങൾ നല്ല സിബിൽ സ്കോർ, നല്ല സ്കോറുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ബജാജ് ഫിനാൻസിലെടുക്കാം. നല്ല സുഖമാണ്. നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര വേണം ചെയ്യാം, ബാക്കി EMI ആയിട്ട് ഇടാം. അതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ പ്രൈസ് വളരെ അഫോർഡബിൾ ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 22,500 ഇതിൽ. ഓക്കെ, 22,500 ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്. ഓക്കെ, നോർമലി നിങ്ങളിപ്പോൾ 24,500 വാങ്ങുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇൻക്ലൂഡിങ് ഫിറ്റിംഗ്, അതായത് ഇൻക്ലൂഡിങ് ഫിറ്റിംഗ് ചാർജ് വിത്ത് സ്റ്റാൻഡ്, ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ സ്റ്റാൻഡ് അടക്കമാണ് ആ പ്രൈസ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. റിസ്ക് ലൈക്ക് ഇൻ ദ സെൻസ് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ മാർക്ക് അങ്ങനത്തെ കുറേ ബഡ്ജറ്റ് ACs വരുന്നുണ്ട്. അവരെ ACക്ക് ഫസ്റ്റ് തിങ് ഈസ് അവരുടെ ഫിറ്റിംഗ് വളരെ മോശമാണ്. ലൈക്ക് ഭയങ്കര ബാഡ് റിവ്യൂസാണ് ഫിറ്റിങ്സ്. ഈ GVs എന്ന് പറഞ്ഞ ടീംസ് ചെയ്യുന്ന ഫിറ്റിങ്സ് വളരെ മോശമാണ്. പിന്നെ അവരുടെ പ്രൊഡക്റ്റിന് വാറണ്ടിയും കിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്ക് ACൻ്റെ കംപ്രസറിനൊക്കെ അത്ര ഒരു ഇതേ വരുന്നുള്ളൂ. വാറണ്ടി 5 years ഒക്കെ കൊടുക്കുന്നുള്ളൂ. 1 year മാത്രമേ ഇൻഡോർ യൂണിറ്റിനും കിട്ടുന്നുള്ളൂ. ഇത് 2 years ഉണ്ട്, 10 years കംപ്രസർ. സോ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. സോ അതുകൊണ്ടാണ് ഞാൻ ആ റിസ്ക് എടുക്കാണ്ടിരുന്നിട്ട് ഞാനിത് ഓഫ്ലൈൻ സ്റ്റോറിൽ തന്നെ വാങ്ങിയത്. ഓക്കെ, സോ ഈ റിവ്യൂ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കാരണം ബേസിക്കലി നമ്മൾ ആരും ഈ AC വാങ്ങുന്ന വലിയ ഐഡിയ ഉണ്ടാവില്ല. സോ ഇത് നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം.
ഓക്കെ, ഈ എ സി വാങ്ങിയ ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നമുക്ക് വാട്സാപ്പായിട്ട് കോൺടാക്ട് ചെയ്യാം. അവർ കണ്ണൂരും കോഴിക്കോടും ഒക്കെ അവർ സർവീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റ്, നെസ്ട്രോണിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും അതിൽ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗൈൻ.